Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുട്ടി 4 മണി പലഹാരമായിട്ടാണ്. വെറും 2 ചേരുവകൾ വെച്ചിട്ട് ഒരു 5 മിനിറ്റിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ 2 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് റോബസ്റ്റ പഴം പോലെ ഇരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അത് ശരിക്കുള്ള റോബസ്റ്റ പഴം അല്ല. ഇവിടെയൊക്കെ ഇങ്ങനെയാണ് ഒരു റോബസ്റ്റ പഴം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് ചെറുപഴമാണ്. മൈസൂർ പഴം എന്നൊക്കെ പറയും. അതാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. പിന്നെ ഇച്ചിരി പഴുപ്പുള്ള പഴം എടുക്കുന്നതാണ് ഇച്ചിരിയും കൂടെ ടേസ്റ്റ്. അപ്പോൾ പക്ഷെ ഞാനിന്ന് ഇവിടെ എടുത്തിരിക്കുന്ന പഴത്തിന് ഒത്തിരി പഴുപ്പൊന്നുമില്ല. പക്ഷെ നല്ല മധുരമുള്ള ഒരു പഴമാണ് കേട്ടോ. പഴുപ്പില്ലാന്നേ ഉള്ളൂ. പക്ഷെ ഇനി ആദ്യം ചെയ്യാനുള്ളത് നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ മിക്സി വെച്ചിട്ട് ഉടച്ചെടുക്കരുത്. കൈ വെച്ചിട്ട് തന്നെ ഉടച്ച് ഇങ്ങനെ ഇതേപോലെ അങ്ങ് എടുക്കണം കേട്ടോ. എങ്കിലാണ് നമുക്ക് ഒത്തിരി അങ്ങ് ഉടഞ്ഞ് ഭയങ്കര ഒരു വെള്ളം പോലെ ആവാതെ കിട്ടത്തുള്ളൂ. അപ്പം ഈ ഒരു റെസിപ്പിക്ക് നമുക്കിങ്ങനെ പഴങ്ങൾ ചെറുതായിട്ട് കണ്ടോ ഈ ഒരു രീതിക്ക് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കണം. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്കിതിനകത്തോട്ട് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിനകത്തോട്ട് ഒട്ടും തന്നെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് പഴവും ഒന്ന് ഗോതമ്പ് പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മുഴുവനോട് കൂടെ ഗോതമ്പ് പൊടി ഒരിക്കലും ഇട്ടേക്കരുത്. കാരണം നമുക്ക് ഓരോ പഴത്തിനും അതിൻ്റെ ജലത്തിൻ്റെ അംശം എന്ന് പറയുന്നത് കൂടുതലും ചിലതിൽ കുറവ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു കണക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറഞ്ഞു പോവും, കൂടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിന്ന് ഇവിടെ 2 റോബസ്റ്റ പഴത്തിന് ഞാൻ എടുത്തിരിക്കുന്ന പഴത്തിന് 1/2 കപ്പ് തന്നെ മുഴുവൻ എനിക്ക് ചേർക്കേണ്ട വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി പൊടിയുടെ കുറവ് വന്നു. അപ്പം ഞാൻ ബാക്കിയുള്ള ഒരു ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. വേറെ ഒന്നും ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണം കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തേങ്ങ ചേർത്ത് കൊടുക്കാം, എള്ള് ചേർത്ത് കൊടുക്കാം, ഏലക്ക ചേർത്ത് കൊടുക്കാം, പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. പക്ഷെ ഞാനിന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞ പോലെ തന്നെ വെറും 2 ചേരുവകൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു നുള്ളു ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ. ഞാനിവിടെ എടുത്തിരിക്കുന്ന പഴത്തിന് നല്ല മധുരം ആയതുകൊണ്ട് ആ മധുരമൊക്കെ ഒന്ന് മുന്നേ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നന്നായി കുഴച്ചെടുത്തു. ഇനി നമ്മുടെ കയ്യിൽ കണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് എണ്ണയിൽ കോരിയിടാൻ പറ്റണം. അതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണിത് വറുത്തെടുക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ടൊരു അടിക്കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഞാൻ ഇവിടുന്ന് വെളിച്ചെണ്ണയിലാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നമുക്ക് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കാം. അതിനുശേഷം നമുക്കത് മീഡിയം ഫ്ലെയിമിലോട്ടൊന്ന് കൊണ്ടുവരണേ. അതിനുശേഷം വേണം നമുക്കിങ്ങനെ മാവ് കോരി ഒഴിക്കാൻ വേണ്ടിയിട്ട്. കോരി ഒഴിക്കാമെന്ന് പറഞ്ഞാൽ കയ്യിൽ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കയ്യിലിടാനായിട്ട് കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നമുക്ക് കോരി ഇട്ട് കൊടുക്കാനും മതിയാവും. അപ്പോൾ ഓരോ വലിപ്പം എത്ര വലിപ്പം വേണമെന്നനുസരിച്ച് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇതൊരു നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരും. അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതാ അപ്പം നിറയൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് വെക്കുന്നുണ്ട്. അപ്പോഴാണ് നല്ലൊരു കുറച്ചും കൂടെ ഒരു ബ്രൗൺ കളറിലോട്ട് വരത്തുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. ഇതാ കണ്ടോ ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു കളറിൽ ഞാനിതൊന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് ഇതിനകത്തോട്ട് കുറേ കാര്യങ്ങൾ ചേർക്കാം. അല്ലെങ്കിൽ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും വെച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാട്ടോ. ഞാൻ ആ കാര്യം പറയാൻ വിട്ടുപോയി. പഞ്ചസാര ഞാൻ ചേർത്തിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ പഴത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പഞ്ചസാര ചേർക്കേണ്ട വന്നില്ല. ഇനി നിങ്ങൾക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കുഴയ്ക്കുന്ന സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ശർക്കര ചീവീത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ശർക്കര പാനിയായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. പിന്നെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാനിന്നിപ്പോൾ ആ പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഏലക്ക ഒന്നും അങ്ങനത്തെ ഫ്ലേവർ ഒന്നും ചേർക്കാഞ്ഞത് കേട്ടോ. അങ്ങനെ തന്നെ നമ്മുടെ 2ാമത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഈ ഒരു 2 നേന്ത്രപ്പഴത്തിനും 1/2 കപ്പ് ഗോതമ്പ് പൊടിക്കും നമുക്ക് ഏകദേശം ഒരു 10 എണ്ണത്തിൻ്റെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 15 എണ്ണത്തിൻ്റെ താഴെ നമുക്ക് വലിപ്പത്തിനനുസരിച്ച് അത് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ 15 എണ്ണമൊക്കെ കിട്ടും നമുക്ക്. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കാം.
അങ്ങനെ നമ്മുടെ സ്നാക്ക് സെർവിങ് പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്കിതുപോലെ ഒരു അരിപ്പയിലൊന്ന് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും ഞാനിപ്പോഴും പറയുന്നത് പോലെ ഫോട്ടോയ്ക്കൊക്കെ കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇപ്പം ഒരു ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാനൊക്കെ ഒരു ഭംഗിയായിരിക്കും. പിന്നെ കഴിക്കുമ്പോഴാണെങ്കിലും ഇച്ചിരി ഒരു ചെറിയൊരു പഞ്ചസാര ഒരു മധുരമൊക്കെ കൂടെ ചേർന്ന് നല്ലതായിരിക്കും. ഇനി അരിക്കുന്ന ആ ഒരു പഞ്ചസാര പൊടിയിൽ നമുക്ക് അല്പം ഈ പട്ട പൊടിച്ചതും കൂടെ ചേർക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റാണ്. അപ്പം ഇനി ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത് നോക്കാം. പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ട നല്ലൊരു ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അകാണെന്നുണ്ട് നല്ല സോഫ്റ്റുമാണ്. ആ പഴം മാത്രമാണ് അതിനകത്തുള്ള, ഇടയ്ക്ക് ആ പഴം കടിക്കാനൊക്കെ കിട്ടും ചെയ്യും നമ്മളിങ്ങനെ കൈകൊണ്ട് ഉടച്ചെടുത്തതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുട്ടി സ്നാക്കാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.